കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയവരിൽ എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമുണ്ട്. കാഠ്മണ്ഡുവിന് സമീപം കുടുങ്ങിക്കിടക്കുന്നതായി 12-അംഗ സംഘം അറിയിച്ചു. പക്ഷേ അവർ സുരക്ഷിതരാണ്. എന്നാൽ ഇവരുടെ മടങ്ങിവരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, നിലവിൽ സുരക്ഷിതരാണ്, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം രാവിലെ അവർ 24-നോട് പറഞ്ഞിരുന്നു. എംബസി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്ന് തിരികെ നാട്ടിലേക്ക് എത്താൻ കഴിയും എന്നത് സംബന്ധിച്ചാണ് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. സുരക്ഷിതമായി തുടരുക എന്നുള്ള അറിയിപ്പാണ് എംബസിയിൽ നിന്ന് കിട്ടിയത്. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ നിതിൻ അംബുജൻ? റീജിത്ത്, എന്തായാലും ഈ നേപ്പാളിലേക്ക് പോയ മലയാളി സംഘം സുരക്ഷിതരാണ്. ഈ മാസം 3-നാണ് മുളന്തുരുത്തി നിർമ്മല കോളേജിലെ MSW വിഭാഗം വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അധ്യാപകരും കാഠ്മണ്ഡുവിലേക്ക് പോയത്. സ്റ്റുഡന്റ് എക്സ്പോയിൽ പങ്കെടുക്കാനായിരുന്നു പോയത്. 6-ാം തീയതി അവിടെ എത്തിയപ്പോൾ തന്നെ ഇന്റർനെറ്റിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു അറിയിപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് അതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ട ദൃശ്യങ്ങളിൽ പോലെ തന്നെ വലിയ സംഘർഷം, വലിയ കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. അതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധിയിലാവുകയായിരുന്നു ചെയ്തത് ഈ സംഘം. പിന്നീട് ഈ കോളേജ് അധികൃതർ തന്നെ അവരെ ഹോസ്റ്റലിലേക്ക് മാറ്റുകയായിരുന്നു. സംഘം സുരക്ഷിതരാണ്, ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ മടങ്ങി വരവ് എന്ന അനിശ്ചിതത്വം തുടരുകയാണ്. ഈ മാസം 14-നാണ് ഗോരഖ്പൂരിൽ നിന്ന് ഈ സംഘം മടങ്ങി വരുന്നത്. അവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് നാട്ടിലേക്ക് എടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സംഘത്തിന്റെ മടങ്ങി വരവ് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഘമാണ് നേപ്പാളിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എവിടെയാണോ തുടരുന്നത് അവിടെ തന്നെ കഴിയണമെന്നൊരു നിർദ്ദേശമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മടങ്ങി വരവ് എന്ന കാര്യത്തിൽ അനിശ്ചിതം തുടരുന്നുണ്ട്. അത് തന്നെയാണ് ഈ സംഘത്തെ വലിയ ദുരിതത്തിലാക്കുന്നത്. പക്ഷേ ഭക്ഷണവും മറ്റു കാര്യങ്ങൾ ലഭിക്കുന്നത് വലിയ ആശ്വാസകരമാണ്. എങ്കിലും എപ്പോൾ മടങ്ങി വരാൻ പറ്റുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ഉത്തരം നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു നിലയിലുള്ളൊരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ നേപ്പാൾ കടന്നു പോകുന്നുണ്ട്. എന്തായാലും ഈ സംഘം സുരക്ഷിതമാണെന്നത് ഏറെ ആശ്വാസകരമാണ്. ഇതിനിപ്പോൾ പൊതുവെ നോക്കുമ്പോൾ സംഘർഷത്തിനൊക്കെ അയവ് വന്നിട്ടുണ്ട്. കാഠ്മണ്ഡു വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനമൊക്കെ പുനരാരംഭിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. അങ്ങനെ സ്ഥിതിഗതികൾ ശാന്തമാവുന്നുണ്ട്. ചില ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ മടങ്ങിവരവ് അധികം വൈകില്ല എന്ന് തന്നെയാണോ ബന്ധപ്പെട്ടവരൊക്കെ അറിയിക്കുന്നത്? എന്തായാലും മടങ്ങി വരവ് അധികം വൈകില്ല എന്നൊരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം ഇന്നലത്തേക്കാൾ വ്യത്യസ്തമായി ഇപ്പോൾ സംഘർഷം അവിടെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ ആ ഒരു കാര്യത്തിൽ തീരുമാനമാകും. നിരവധി മലയാളികൾ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള MP-മാർ ഈ വിഷയത്തിൽ ഇടപെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു സഹായം തേടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഇപ്പോൾ എവിടെയാണോ മലയാള സംഘം തുടരുന്നത് അവിടെ തന്നെ തുടരുമെന്നാണ്. കാരണം പുറത്തിറങ്ങുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ സുരക്ഷയെ തന്നെ ഇപ്പോൾ തുടരുന്നത് കഴിയണമെന്നൊരു നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതിനുശേഷം എപ്പോൾ മടങ്ങി വരൂ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. എന്തായാലും വൈകാതെ അതിൽ തീരുമാനമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും അവിടുത്തെ സ്ഥിതിഗതികൾ ശാന്തമായി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ ഒരു മടങ്ങി വരവ് എപ്പോൾ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. റീജിത്ത്, ശരി. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.